ഹോശേയ 1. ഉസ്സിയാവു, യോഥാം, ആഹാസ്, ഹിസ്കിയാവു എന്നീ യഹൂദാരാജാക്കന്മാരുടെ കാലത്തും ഇസ്രായേൽ രാജാവായി യോവാശിന്റെ മകനായ യൊരോബെയാമിന്റെ കാലത്തും ബേരിയുടെ മകനായ ഹോശേയയ്ക്ക് ഉണ്ടായ യഹോവയുടെ അരുളപ്പാടു. യഹോവ ഹോശേയ മുഖാന്തരം സംസാരിച്ചു തുടങ്ങിയപ്പോൾ യഹോവ ഹോശേയോടു, നീ ചെന്നു പരസംഗം ചെയ്യുന്ന ഒരു ഭാര്യയെയും പരസംഗത്തിൽ ജനിച്ച മക്കളെയും എടുക്ക, ദേശം യഹോവയെ വിട്ടുമാറി കഠിന പരസംഗം ചെയ്തിരിക്കുന്നുവല്ലോ എന്നു കൽപ്പിച്ചു. അങ്ങനെ അവൻ ചെന്നു ദിബ്ലയീമിന്റെ മകളായ ഗോമരിനെ പരിഗ്രഹിച്ചു. അവൾ ഗർഭം ധരിച്ചു അവന്നു ഒരു മകനെ പ്രസവിച്ചു. യഹോവ അവനോടു, അവന്നു ഇസ്രയേൽ, ദൈവം വിതയ്ക്കും എന്നു പേർ വിളിക്ക. ഇനി കുറെക്കാലം കഴിഞ്ഞിട്ടു ഞാൻ ഇസ്രയേലിന്റെ രക്തപാതകങ്ങളെ യേഹൂഗൃഹത്തോട് സന്ദർശിച്ചു ഇസ്രായേൽ ഗൃഹത്തിന്റെ രാജത്വം ഇല്ലാതെയാക്കും. അന്നാളിൽ ഞാൻ ഇസ്രയേൽ താഴ്വരയിൽ വെച്ചു ഇസ്രായേലിന്റെ വില്ലു ഒടിച്ചുകളയും എന്നു അരുളിച്ചെയ്തു. അവൾ പിന്നെയും ഗർഭം ധരിച്ചു ഒരു മകളെ പ്രസവിച്ചു. യഹോവ അവനോടു, അവൾക്കു ലോരുഹമാ, കരുണ ലഭിക്കാത്തവൾ എന്നു പേർ വിളിക്ക. ഞാൻ ഇനി ഇസ്രായേൽ ഗൃഹത്തോട് ക്ഷമിപ്പാൻ തക്കവണ്ണം അവരോട് ഒട്ടും കരുണ കാണിക്കയില്ല. എന്നാൽ യഹൂദാഗൃഹത്തോട് ഞാൻ കരുണ കാണിച്ചു. അവരെ വില്ലുകൊണ്ടോ വാൾകൊണ്ടോ യുദ്ധം കൊണ്ടോ കുതിരകളെക്കൊണ്ടോ കുതിരച്ചേവകരെ കൊണ്ടോ രക്ഷിക്കാതെ അവരുടെ ദൈവമായ യഹോവയെക്കൊണ്ടു അവരെ രക്ഷിക്കും എന്നു അരുളിച്ചെയ്തു. അവൾ ലോരുഹമയെ മുലകുടി മാറ്റിയ ശേഷം ഗർഭം ധരിച്ചു ഒരു മകനെ പ്രസവിച്ചു. അപ്പോൾ യഹോവ അവന്നു ലോഅമ്മീ, എന്റെ ജനമല്ല എന്നു പേർ വിളിക്ക. നിങ്ങൾ എന്റെ ജനമല്ല, ഞാൻ നിങ്ങൾക്ക് ദൈവമായിരിക്കുകയുമില്ല എന്നു അരുളിച്ചെയ്തു. എങ്കിലും ഇസ്രായേൽ മക്കളുടെ സംഖ്യ അളക്കുവാനും എണ്ണുവാനും കഴിയാത്ത കടൽക്കരയിലെ പൂഴിപോലെ ഇരിക്കും. നിങ്ങൾ എന്റെ ജനമല്ല എന്നു അവരോട് അരുളിച്ചെയ്തെന്നു പകരം നിങ്ങൾ ജീവനുള്ള ദൈവത്തിന്റെ മക്കൾ എന്നു അവരോട് പറയും. യെഹൂദാമക്കളും ഇസ്രായേൽ മക്കളും ഒന്നിച്ചുകൂടി തങ്ങൾക്ക് ഒരേ തലവനെ നിയമിച്ചു ദേശത്തുനിന്നു പുറപ്പെട്ടു പോകും. ഇസ്രയേലിന്റെ നാൾ വലുതായിരിക്കുമല്ലോ. ഹോശേയ 2. നിങ്ങളുടെ സഹയാദരന്മാർക്കു അമ്മീ, എന്റെ ജനം എന്നും നിങ്ങളുടെ സഹയാദരിമാർക്കു രൂഹമാ, കരുണ ലഭിച്ചവൾ എന്നും പേർ വിളിപ്പിൻ. വ്യവഹരിപ്പിൻ, നിങ്ങളുടെ അമ്മയാട് വ്യവഹരിപ്പിൻ. അവൾ എന്റെ ഭാര്യയല്ല, ഞാൻ അവളുടെ ഭർത്താവുമല്ല. അവൾ പരസംഗം മുഖത്തുനിന്നും വ്യഭിചാരം മുലകളുടെ നടുവിൽ നിന്നും നീക്കിക്കളയട്ടെ. അല്ലെങ്കിൽ ഞാൻ അവളെ വസ്ത്രം അഴിച്ചു നഗ്നയാക്കി ജനിച്ച ദിവസത്തിലെ പെയാലെ നിർത്തുകയും അവളെ മരുഭൂമിയും വരണ്ട നിലവും പെയാലെ ആക്കി ദാഹം കൊണ്ട് മരിപ്പിക്കുകയും ചെയ്യും. ഞാൻ അവളുടെ മക്കളെയാട് കരുണ കാണിക്കയില്ല, അവർ പരസംഗത്തിൽ ജനിച്ച മക്കളല്ലോ. അവരുടെ അമ്മ പരസംഗം ചെയ്തു, അവരെ പ്രസവിച്ചവൾ ലജ്ജ പ്രവർത്തിച്ചു. എനിക്ക് അപ്പവും വെള്ളവും ആട്ടുരയാമവും ക്ഷണവും എണ്ണയും പാനീയവും തരുന്ന എന്റെ ജാരന്മാരുടെ പിന്നാലെ ഞാൻ പെയാകുമെന്നു പറഞ്ഞുവല്ലോ. അതുകൊണ്ട് ഞാൻ നിന്റെ വഴിയെ മുള്ളുകൊണ്ട് വേലി കെട്ടി അടയ്ക്കും. അവൾ തന്റെ പാതകളെ കണ്ടെത്താതവണ്ണം ഞാൻ ഒരു മതിൽ ഉണ്ടാക്കും. അവൾ ജാരന്മാരെ പിന്തുടരും, എങ്കിലും അവരെയാട് ഒപ്പം എത്തുകയില്ല. അവൾ അവരെ അന്വേഷിക്കും, കണ്ടെത്തുകയില്ലതാനും. അപ്പയാൾ അവൾ, ഞാൻ എന്റെ ആദ്യത്തെ ഭർത്താവിന്റെ അടുക്കൽ മടങ്ങിപ്പയാകും. ഇന്നത്തേക്കാൾ അന്നു എനിക്ക് ഏറെ നന്നായിരുന്നുവല്ലോ എന്നു പറയും. അവൾക്കു ധാന്യവും വീഞ്ഞും എണ്ണയും നൽകിയതും ബാലിനു വേണ്ടി ഉപയാഗിച്ച അവളുടെ വെള്ളിയും പൊന്നും വർദ്ധിപ്പിച്ചതിനും ഞാൻ എന്നു അവൾ അറിഞ്ഞില്ല. അതുകൊണ്ട് താൽക്കാലത്തു എന്റെ ധാന്യവും തത്സമയത്തു എന്റെ വീഞ്ഞും ഞാൻ മടക്കി എടുക്കുകയും അവളുടെ നഗ്നത മറയ്ക്കേണ്ടതിനു കൊടുത്തിരുന്ന എന്റെ ആട്ടിൻ രയാമവും ക്ഷണയവും ഞാൻ എടുത്തുകളയുകയും ചെയ്യും. ഇപ്പയാൾ ഞാൻ അവളുടെ ജാരന്മാർ കാൺകെ അവളുടെ നാണിടത്തെ അനാവൃതമാക്കും. ആരും അവളെ എന്റെ കയ്യിൽ നിന്നു വിടുവിക്കയില്ല. ഞാൻ അവളുടെ സകലസന്ദേശവും ഉത്സവങ്ങളും അമാവാസികളും ശബ്ബത്തുകളും അവളുടെ വിശേഷ ദിവസങ്ങളും എല്ലാം ഇല്ലാതെയാക്കും. ഇതു എന്റെ ജാരന്മാർ എനിക്ക് തന്ന സമ്മാനങ്ങൾ എന്നു അവൾ പറഞ്ഞ മുന്തിരിവള്ളികളെയും അത്തിവൃക്ഷങ്ങളെയും ഞാൻ നശിപ്പിച്ചു കാടാക്കും. കാട്ടുമൃഗങ്ങൾ അവയെ തിന്നുകളയും. അവൾ ബാൽവിഗ്രഹങ്ങൾക്കു ധൂപം കാണിച്ചു കുണുക്കും ആഭരണങ്ങളും കൊണ്ടുതന്നെ അലങ്കരിച്ചു തന്റെ ജാരന്മാരെ പിന്തുടർന്നു എന്നെ മറന്നുകളഞ്ഞ നാളുകളെ ഞാൻ അവളെയാട് സന്ദർശിക്കും എന്നു യഹോവയുടെ അരുളപ്പാടു. അതുകൊണ്ട് ഞാൻ അവളെ വശീകരിച്ചു മരുഭൂമിയിൽ കൊണ്ടുചെന്നു അവളെയാട് ഹൃദ്യമായി സംസാരിക്കും. അവിടെ നിന്നു ഞാൻ അവൾക്കു മുന്തിരിത്തയാട്ടങ്ങളെയും പ്രത്യാശയുടെ വാതിലായി ആഖ്യാർ താഴ്വരയെയും കൊടുക്കും. അവൾ അവിടെ അവളുടെ യൗവനകാലത്തിൽ പെയാലെയും അവൾ മിസ്രയീം ദേശത്തുനിന്നു പുറപ്പെട്ടുവന്ന നാളിൽ പെയാലെയും വിധേയ ആകും. അന്നാളിൽ നീ എന്നെ ബാലി ഉടയവനേ എന്നല്ല ഈശി ഭർത്താവേ എന്നു വിളിക്കും എന്നു യഹോവയുടെ അരുളപ്പാടു. ഞാൻ ബാൽവിഗ്രഹങ്ങളുടെ പേരുകളെ അവളുടെ വായിൽ നിന്നു നീക്കിക്കളയും. ഇനി ആരും അവയെ പേർ ചൊല്ലി സ്മരിക്കുകയുമില്ല.
അന്നാളിൽ ഞാൻ അവർക്കു വേണ്ടി കാട്ടിലെ മൃഗങ്ങളെയാടും ആകാശത്തിലെ പക്ഷികളെയാടും നിലത്തിലെ ഇഴജാതികളെയാടും ഒരു നിയമം ചെയ്യും. ഞാൻ വില്ലും വാളും യുദ്ധവും ഭൂമിയിൽ നിന്നു നീക്കി അവരെ നിർഭയം വസിക്കുമാറാക്കും. ഞാൻ നിന്നെ സദാകാലത്തേക്കും എനിക്ക് വിവാഹത്തിനു നിശ്ചയിക്കും. അതേ, നീതിയെയാടും ന്യായത്തെയാടും ദയയാടും കരുണയാടും കൂടെ നിന്നെ എനിക്ക് വിവാഹത്തിനു നിശ്ചയിക്കും. ഞാൻ വിശ്വസ്തതയോടെ നിന്നെ എനിക്ക് വിവാഹത്തിനു നിശ്ചയിക്കും. നീ യഹോവയെ അറിയുകയും ചെയ്യും. ആ കാലത്തു ഞാൻ ഉത്തരം നൽകും എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. ഞാൻ ആകാശത്തിനു ഉത്തരം നൽകും, അത് ഭൂമിക്ക് ഉത്തരം നൽകും. ഭൂമി ധാന്യത്തിനും വീഞ്ഞിനും എണ്ണയ്ക്കും ഉത്തരം നൽകും, അവ ഇസ്രയേലിനും ഉത്തരം നൽകും. ഞാൻ അതിനെ എനിക്കായി ദേശത്തു വിതയ്ക്കും. കരുണ ലഭിക്കാത്തവളെയാടു ഞാൻ കരുണ കാണിക്കും. എന്റെ ജനമല്ലാത്തതിനെയാടു നീ എന്റെ ജനം എന്നു ഞാൻ പറയും, നീ എന്റെ ദൈവം എന്നു അവരും പറയും. ഹോശേയ 3. അനന്തരം യഹോവ എന്നയാടു ഇസ്രായേൽ മക്കൾ അന്യദേവന്മാരെയാടു ചേർന്നു മുന്തിരിയടകളിൽ ഇഷ്ടപ്പെട്ടിട്ടും യഹോവ അവരെ സ്നേഹിക്കുന്നതുപയാലെ നീ ഇനിയും ചെന്നു ഒരു ജാരനാൽ സ്നേഹിക്കപ്പെട്ടു വ്യഭിചാരിണിയായിരിക്കുന്ന സ്ത്രീയെ സ്നേഹിച്ചുകൊണ്ടിരിക്ക എന്നു കൽപ്പിച്ചു. അങ്ങനെ ഞാൻ അവളെ 15 വെള്ളിക്കാശിനും 1.5 ഹേമെർ യവത്തിനും മേടിച്ചു അവളെയാടു. നീ ബഹുകാലം അടങ്ങിപ്പാർക്കേണം, പരസംഗം ചെയ്യുകയാ മറ്റൊരു പരുഷനു പരിഗ്രഹമായിരിക്കയാ അരുതു, ഞാനും അങ്ങനെ തന്നെ ചെയ്യും എന്നു പറഞ്ഞു. ഈ വിധത്തിൽ ഇസ്രായേൽ മക്കൾ ബഹുകാലം രാജാവില്ലാതെയും പ്രഭുവില്ലാതെയും യാഗമില്ലാതെയും പ്രതിഷ്ഠയില്ലാതെയും എഫയാദില്ലാതെയും ഗൃഹബിംബമില്ലാതെയും ഇരിക്കും. പിന്നത്തേതിൽ ഇസ്രായേൽ മക്കൾ തിരിഞ്ഞു തങ്ങളുടെ ദൈവമായ യഹോവയെയും തങ്ങളുടെ രാജാവായ ദാവീദിനെയും അന്വേഷിക്കും. ഭാവികാലത്തു അവർ ഭയപ്പെട്ടുംകൊണ്ട് യഹോവയിങ്കലേക്കും അവന്റെ നന്മയിങ്കലേക്കും വരും. ഹോശേയ 4. ഇസ്രായേൽ മക്കളെ, യഹോവയുടെ വചനം കേൾപ്പിൻ. യഹോവയ്ക്ക് ദേശനിവാസികളെയാടു ഒരു വ്യവഹാരം ഉണ്ടു. ദേശത്തു സത്യവും ഇല്ല, ദയയും ഇല്ല, ദൈവപരിജ്ഞാനവുമില്ല. അവർ ആണയിടുന്നു, ഭയാഷ്കു പറയുന്നു, കുല ചെയ്യുന്നു, മേയാഷ്ടിക്കുന്നു, വ്യഭിചരിക്കുന്നു, വീട് മുറിക്കുന്നു, രക്തപാതകത്തെയാടു രക്തപാതകം കൂട്ടുന്നു. അതുകൊണ്ട് ദേശം ദുഃഖിക്കുന്നു, അതിലെ സകല നിവാസികളും, വയലിലെ മൃഗങ്ങളും ആകാശത്തിലെ പറവകളും ക്ഷീണിച്ചുപയാകുന്നു, സമുദ്രത്തിലെ മത്സ്യങ്ങളും ഇല്ലാതെയാകുന്നു. എങ്കിലും ആരും വാദിക്കരുതു, ആരും ശാസിക്കുകയും അരുതു. നിന്റെ ജനമേയാ പുരയാഹിതനെയാടു വാദിക്കുന്നവരെപ്പയാലെ ഇരിക്കുന്നു. അതുകൊണ്ട് നീ പകൽ സമയത്തു ഇടറിവീഴും, പ്രവാചകനും നിന്നെയാടുകൂടെ രാത്രിയിൽ ഇടറിവീഴും. നിന്റെ അമ്മയെ ഞാൻ നശിപ്പിക്കും. പരിജ്ഞാനമില്ലായ്കയാൽ എന്റെ ജനം നശിച്ചുപയാകുന്നു. പരിജ്ഞാനം ത്യജിക്കൊണ്ട് നീ എനിക്ക് പുരയാഹിതനായിരിക്കാതവണ്ണം ഞാൻ നിന്നെയും ത്യജിക്കും. നീ നിന്റെ ദൈവത്തിന്റെ ന്യായപ്രമാണം മറന്നുകളഞ്ഞുകൊണ്ട് ഞാനും നിന്റെ മക്കളെ മറയ്ക്കും. അവർ പെരുകുന്തയാറും എന്നയാടു ഏറെ പാപം ചെയ്തു, ഞാൻ അവരുടെ മഹത്വത്തെ ലജ്ജയായി മാറ്റും. അവർ എന്റെ ജനത്തിന്റെ പാപം കൊണ്ട് ഉപജീവനം കഴിക്കുന്നു, അവരുടെ അകൃത്യത്തിനായിട്ടു ആഗ്രഹിക്കുന്നു. ആകയാൽ ജനത്തിനും പുരയാഹിതെന്നും ഒരുപയാലെ ഭവിക്കും. ഞാൻ അവരുടെ നടപ്പു അവരെയാട് സന്ദർശിച്ചു, അവരുടെ പ്രവൃത്തികൾക്കു തക്കവണ്ണം അവർക്കു പകരം കൊടുക്കും. അവർ ഭക്ഷിച്ചാലും തൃപ്തി പ്രാപിക്കയില്ല, അവർ സ്ത്രീസംഗം ചെയ്താലും പെരുകുകയില്ല. യഹോവയെ കൂട്ടാക്കുന്നതു അവർ വിട്ടുകളഞ്ഞുവല്ലോ. പരസംഗവും വീഞ്ഞും പുതിയ വീഞ്ഞും ബുദ്ധിയെ കെടുത്തുകളയുന്നു. എന്റെ ജനം തങ്ങളുടെ മരത്തെയാട് അരുളപ്പാട് ചെയ്യാതിരിക്കുന്നു, അവരുടെ വടി അവരെയാട് ലക്ഷണം പറയുന്നു. പരസംഗമേഹം അവരെ ഭ്രമിപ്പിക്കുന്നു, അവർ തങ്ങളുടെ ദൈവത്തെ വിട്ടു പരസംഗം ചെയ്യുന്നു. അവർ പർവ്വതശിഖരങ്ങളിൽ ബലി കഴിക്കുന്നു, കുന്നുകളിൽ അവർ നല്ല തണലുള്ള കരുവേലത്തിന്റെയും പുന്നയുടെയും ആലിന്റെയും കീഴെ ധൂപം കാട്ടുന്നു. അവിടെ നിങ്ങളുടെ പുത്രിമാർ പരസംഗം ചെയ്യുന്നു, നിങ്ങളുടെ പുത്രഭാര്യമാർ വ്യഭിചരിക്കുന്നു. നിങ്ങളുടെ പുത്രിമാർ പരസംഗം ചെയ്യുന്നതും നിങ്ങളുടെ പുത്രഭാര്യമാർ വ്യഭിചരിച്ചു നടക്കുന്നതും ഞാൻ സന്ദർശിക്കയില്ല. അവർ തന്നെ വേശ്യാസ്ത്രീകളെയാടുകൂടെ വേറിട്ടുപയാകുകയും ദേവദാസികളെയാടുകൂടെ ബലികഴിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ബുദ്ധിയില്ലാത്ത ജനം നശിച്ചുപയാകും. ഇസ്രായേലേ, നീ പരസംഗം ചെയ്താലും യഹൂദ അപരാധം ചെയ്യാതെയിരിക്കട്ടെ. നിങ്ങൾ ഗിൽഗാലിലേക്ക് ചെല്ലരുതു, ബേതാവനിലേക്ക് കയറിപ്പയാകരുതു. യഹോവയാണ് എന്ന് സത്യം ചെയ്യുകയുമരുതു. ഇസ്രായേൽ ദുശ്ശാഠ്യമുള്ള പശുക്കിടാവിനെപ്പയാലെ ദുശ്ശാഠ്യം കാണിച്ചാൽ യഹോവ അവരെ ഒരു വിശാലസ്ഥലത്ത് കുഞ്ഞാടിനെപ്പയാലെ മേയ്ക്കുമയാ. എഫ്രയീം വിഗ്രഹങ്ങളുടെ കൂട്ടാളിയാകുന്നു, അവനെ വിട്ടുകള. മദ്യപാനം കഴിയുമ്പയാൾ അവർ പരസംഗം ചെയ്യും, അവരുടെ പ്രഭുക്കന്മാർ ലജ്ജയിൽ അത്യന്തം ഇഷ്ടപ്പെടുന്നു. കാറ്റു അവളെ ചിറകുകൊണ്ട് ചുറ്റിപ്പിടിക്കുന്നു. അവർ തങ്ങളുടെ ബലികൾ ഹേതുവായി ലജ്ജിച്ചുപയാകും. ഹോശേയ 5. പുരയാഹിതന്മാരെ കേൾപ്പിൻ, ഇസ്രായേൽ ഗൃഹമേ, ചെവിക്കൊൾവിൻ, രാജഗൃഹമേ,
ചെവിതിരുവിൻ, നിങ്ങൾ മിസ്പയ്ക്കു ഒരു കണിയും താബയാരിന്മേൽ വിരിച്ച വലയും ആയിത്തീർന്നിരിക്കുകൊണ്ടു ന്യായവിധി നിങ്ങൾക്കു വരുന്നു. മത്സരികൾ വഷളത്വത്തിൽ ആണ്ടുപയായിരിക്കുന്നു, ഞാനയ അവർക്കു ഏവർക്കും ഒരു ശാസകൻ ആകുന്നു. ഞാൻ എഫ്രായിമിനെ അറിയുന്നു, ഇസ്രായേൽ എനിക്കു മറഞ്ഞിരിക്കുന്നതുമില്ല. എഫ്രയീമേ, നീ ഇപ്പയാൾ പരസംഗം ചെയ്തിരിക്കുന്നു, ഇസ്രായേൽ മലിനമായിരിക്കുന്നു. അവർ തങ്ങളുടെ ദൈവത്തിന്റെ അടുക്കലേക്ക് മടങ്ങിവരേണ്ടതെന്നു അവരുടെ പ്രവൃത്തികൾ സമ്മതിക്കുന്നില്ല. പരസംഗമേഹം അവരുടെ ഉള്ളിൽ ഉണ്ടു, അവർ യഹോവയെ അറിയുന്നുമില്ല. ഇസ്രായേലിന്റെ അഹംഭാവം അവന്റെ മുഖത്തു സാക്ഷീകരിക്കുന്നു. അതുകൊണ്ട് ഇസ്രായേലും എഫ്രയീമും തങ്ങളുടെ അകൃത്യത്താൽ ഇടറിവീഴും, യഹൂദയും അവരെയാടുകൂടെ ഇടറിവീഴും. യഹോവയെ അന്വേഷിക്കേണ്ടതെന്നു അവർ ആടുകളെയും കന്നുകാലികളെയും കൊണ്ടുചെല്ലും, എങ്കിലും അവർ അവനെ കണ്ടെത്തുകയില്ല. അവൻ അവരെ വിട്ടുമാറിയിരിക്കുന്നു. അവർ അന്യപുത്രന്മാരെ ജനിപ്പിച്ചിരിക്കുകൊണ്ടു അവർ യഹോവയോട് വിശ്വാസപാതകം ചെയ്തിരിക്കുന്നു. ഇപ്പയാൾ ഒരു അമാവാസ്യ അവരെ അവരുടെ ഓഹരികളെയോടുകൂടെ തിന്നുകളയും. ഗിബയിൽ കാഹളവും രാമയിൽ തൂറിയവും ഊതുവിൻ, ബേഥാവനിൽ പെയാർവിളി കൂട്ടുവിൻ. ബെന്യാമീനെ, നിന്റെ പിറകെ വരുന്നു. ശിക്ഷാദിവസത്തിൽ എഫ്രയീം ശൂന്യമാകും, നിശ്ചയമുള്ളതു ഞാൻ ഇസ്രായേൽ ഗയാത്രങ്ങളുടെ ഇടയിൽ അറിയിച്ചിരിക്കുന്നു. യഹൂദാ പ്രഭുക്കന്മാർ അതിർ മാറ്റുന്നവരെപ്പയാലെ ആയിത്തീർന്നു, അതുകൊണ്ട് ഞാൻ എന്റെ ക്രയാധം വെള്ളം പെയാലെ അവരുടെ മേൽ പകരും. എഫ്രയീം ഇന്നു മാനുഷകൽപ്പന അനുസരിച്ചു നടപ്പാൻ ഇഷ്ടം തെയാനിയതുകൊണ്ടു അവൻ പീഡിതനും വ്യവഹാരത്തിൽ തെയാറ്റവനും ആയിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ എഫ്രയീം ഇന്നു പുഴുവും യഹൂദാഗൃഹത്തിനു ദ്രവത്വവുമായിരിക്കും. എഫ്രയീം തന്റെ വ്യാധിയും യഹൂദാ തന്റെ മുറിവും കണ്ടപ്പയാൽ എഫ്രയീം അശ്ശൂരിൽ ചെന്നു യുദ്ധതൽപരനായ രാജാവിന്റെ അടുക്കൽ ആളയച്ചു. എങ്കിലും നിങ്ങളെ സൗഖ്യമാക്കുവാനും നിങ്ങളുടെ മുറിവ് പൊറുപ്പിപ്പാനും അവന്നു കഴിഞ്ഞില്ല. ഞാൻ എഫ്രയീം ഇന്നു ഒരു സിംഹംപയാലെയും യഹൂദാഗൃഹത്തിനു ഒരു ബാലസിംഹംപയാലെയും ഇരിക്കും. ഞാൻ തന്നെ കടിച്ചുകീറി പൊയ്ക്കളയും, ഞാൻ പിടിച്ചുകൊണ്ടുപോയാകും, ആരും വിടുവിക്കുകയുമില്ല. അവർ കുറ്റം ഏറ്റുപറഞ്ഞു എന്റെ മുഖം അന്വേഷിക്കുവയാളം ഞാൻ മടങ്ങിപ്പയായി എന്റെ സ്ഥലത്തു ഇരിക്കും. കഷ്ടതയിൽ അവർ എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കും. ഹോശേയ 6. വരുവിൻ, നാം യഹോവയുടെ അടുക്കലേക്ക് ചെല്ലുക. അവൻ നമ്മെ കടിച്ചു കീറിയിരിക്കുന്നു, അവൻ സൗഖ്യമാക്കും. അവൻ നമ്മെ അടിച്ചിരിക്കുന്നു, അവൻ മുറിവ് കെട്ടും. 2 ദിവസം കഴിഞ്ഞിട്ടു അവൻ നമ്മെ ജീവിപ്പിക്കും, 3-ാം ദിവസം അവൻ നമ്മെ എഴുന്നേൽപ്പിക്കും. നാം അവന്റെ മുമ്പാകെ ജീവിക്കുകയും ചെയ്യും. നാം അറിഞ്ഞുകൊള്ളുക, യഹോവയെ അറിവാൻ നാം ഉത്സാഹിക്ക. അവന്റെ ഉദയം പ്രഭാതംപയാലെ നിശ്ചയമുള്ളതു, അവൻ മഴപയാലെ ഭൂമിയെ നനയ്ക്കുന്നു, പിന്മഴപയാലെ തന്നെ നമ്മുടെ അടുക്കൽ വരും. എഫ്രയീമേ, ഞാൻ നിനക്കു എന്തു ചെയ്യേണ്ടു? യഹൂദയെ, ഞാൻ നിനക്കു എന്തു ചെയ്യേണ്ടു? നിങ്ങളുടെ വാത്സല്യം പ്രഭാതമേഘംപയാലെയും പുലർച്ചയ്ക്കു നീങ്ങിപ്പയാകുന്ന മഞ്ഞുപയാലെയും ഇരിക്കുന്നു. അതുകൊണ്ട് ഞാൻ പ്രവാചകന്മാർ മുഖാന്തരം അവരെ വെട്ടി, എന്റെ വായിലെ വചനങ്ങളാൽ അവരെ കൊന്നുകളഞ്ഞു. എന്റെ ന്യായം വെളിച്ചം പെയാലെ ഉദിക്കുന്നു. യാഗത്തിലല്ല, ദയയിലും ഹേയാമയാഗങ്ങളെക്കാൾ ദൈവപരിജ്ഞാനത്തിലും ഞാൻ പ്രസാദിക്കുന്നു. എന്നാൽ അവർ ആദാം എന്ന പെയാലെ നിയമത്തെ ലംഘിച്ചു, അവിടെ അവർ എന്നെയാട് വിശ്വാസപാതകം ചെയ്തിരിക്കുന്നു. ഗിലെയാദ് അകൃത്യം പ്രവർത്തിക്കുന്നവരുടെ പട്ടണം, അതു രക്തം കൊണ്ട് മലിനമായിരിക്കുന്നു. പതിയിരിക്കുന്ന കവർച്ചക്കാരെപ്പയാലെ ഒരു കൂട്ടം പുരയാഹിതന്മാർ ശെഖേമിലേക്കുള്ള വഴിയിൽ കുല ചെയ്യുന്നു. അതെ, അവർ ദുഷ്കർമ്മം ചെയ്യുന്നു. ഇസ്രായേൽ ഗൃഹത്തിൽ ഞാൻ ഒരു ഭയങ്കരകാര്യം കണ്ടിരിക്കുന്നു. അവിടെ എഫ്രയീം പരസംഗം ചെയ്തു, ഇസ്രായേൽ മലിനമായുമിരിക്കുന്നു. യഹൂദയെ, ഞാൻ എന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പയാൾ നിനക്കും ഒരു കൊയ്ത്തുവച്ചിരിക്കുന്നു. ഹോശേയ 7. ഞാൻ ഇസ്രായേലിനു ചികിത്സ ചെയ്യുമ്പയാൾ എഫ്രയീമിന്റെ അകൃത്യവും ശമറിയുടെ ദുഷ്ടതയും വെളിപ്പെട്ടുവരുന്നു. അവർ വ്യാജം പ്രവർത്തിക്കുന്നു, അകത്തു കള്ളൻ കടക്കുന്നു, പുറത്തു കവർച്ചക്കാരുടെ കൂട്ടം കൊള്ളയിടുന്നു. അവരുടെ ദുഷ്ടതയൊക്കെയും ഞാൻ ഓർക്കുന്നു എന്നു അവർ മനസ്സിൽ വിചാരിക്കുന്നില്ല. ഇപ്പയാൾ അവരുടെ സ്വന്തപ്രവർത്തികൾ അവരെ ചുറ്റിയിരിക്കുന്നു, അവ എന്റെ മുമ്പാകെ ഇരിക്കുന്നു. അവർ ദുഷ്ടതകൊണ്ടു രാജാവിനെയും ഭയാഷ്കുകൊണ്ടു പ്രഭുക്കന്മാരെയും സന്ദേശിപ്പിക്കുന്നു. അവർ എല്ലാവരും വ്യഭിചാരികൾ ആകുന്നു. അപ്പക്കാരൻ ചൂടുപിടിപ്പിക്കുന്ന അപ്പക്കൂടുപയാലെ ഇരിക്കുന്നു. മാവ് കുഴിച്ചതുമുതൽ അത് പുളിക്കുവയാളം തീയരിക്കാതിരിക്കും. നമ്മുടെ രാജാവിന്റെ ദിവസത്തിൽ പ്രഭുക്കന്മാർക്കു വീഞ്ഞിന്റെ ഉഷ്ണത്താൽ ദീനം പിടിക്കുന്നു. അവൻ പരിഹാസികളെയാടുകൂടെ കൈ നീട്ടുന്നു. അവർ പതിയിരിക്കുന്ന സമയത്ത് തങ്ങളുടെ ഹൃദയത്തെ അപ്പക്കൂടുപയാലെ ഒരുക്കിയിരിക്കുന്നു. അവരുടെ അപ്പക്കാരൻ രാത്രി മുഴുവനും ഉറങ്ങുന്നു, രാവിലെ അത് ജ്വലിക്കുന്ന തീപയാലെ കത്തുന്നു.
അവരൊക്കെയും അപ്പക്കൂടുപയാലെ ചൂടുപിടിച്ചു, തങ്ങളുടെ ന്യായാധിപതിമാരെ തിന്നുകളയുന്നു. അവരുടെ രാജാക്കന്മാർ ഒക്കെയും വീണിരിക്കുന്നു. അവരുടെ ഇടയിൽ എന്നെയാടു അപേക്ഷിക്കുന്നവൻ ആരുമില്ല. എഫ്രയീം ജാതികളെയാടു ഇടകലർന്നിരിക്കുന്നു. എഫ്രയീം മറിച്ചിടാത്ത ദയാശ ആകുന്നു. അന്യജാതികൾ അവന്റെ ബലം തിന്നുകളഞ്ഞു, എങ്കിലും അവൻ അറിയുന്നില്ല. അവന്നു അവിടവിടെ നരച്ചിരിക്കുന്നു, എങ്കിലും അവൻ അറിയുന്നില്ല. യിസ്രായേലിന്റെ അഹംഭാവം അവന്റെ മുഖത്തു സാക്ഷീകരിക്കുന്നു. എന്നാൽ അവർ തങ്ങളുടെ ദൈവമായ യഹോവയുടെ അടുക്കൽ മടങ്ങിവന്നിട്ടില്ല. ഇതിൽ ഒക്കെയും അവനെ അന്വേഷിച്ചിട്ടും ഇല്ല. എഫ്രയീം ബുദ്ധിയില്ലാത്ത പൊട്ടപ്രാവുപയാലെ ആകുന്നു. അവർ മിസ്രയീമിനെ വിളിക്കുകയും അശ്ശൂരിലേക്ക് പെയാകുകയും ചെയ്യുന്നു. അവർ പെയാകുമ്പയാൽ ഞാൻ എന്റെ വല അവരുടെ മേൽ വീശും. ഞാൻ അവരെ ആകാശത്തിലെ പറവകളെപ്പയാലെ താഴെ വരുത്തും. അവരുടെ സഭയെ കേൾപ്പിച്ചതുപയാലെ ഞാൻ അവരെ ശിക്ഷിക്കും. അവർ എന്നെ വിട്ടു ഓടിപ്പയായതുകൊണ്ടു അവർക്കു അയ്യാ കഷ്ടം. അവർ എന്നെയാട് അതിക്രമം ചെയ്കൊണ്ടു അവർക്കു നാശം. ഞാൻ അവരെ വീണ്ടെടുപ്പാൻ വിചാരിച്ചിട്ടും അവർ എന്നെയാട് ഭയാഷ്കു സാരിക്കുന്നു. അവർ ഹൃദയപൂർവ്വം എന്നെയാട് നിലവിളിക്കാതെ കിടക്കയിൽ വെച്ച് മുറയിടുന്നു. അവർ ധാന്യവും വീഞ്ഞും നിമിത്തം ഒന്നിച്ചുകൂടുന്നു. അവർ എന്നെയാട് മത്സരിക്കുന്നു. ഞാൻ അവരുടെ ഭുജങ്ങളെ അഭ്യസിപ്പിച്ചു ബലപ്പെടുത്തിയിട്ടും അവർ എന്റെ നേരെ ദയാശം നിരൂപിക്കുന്നു. അവർ തിരിയുന്നു, മേലയാട്ടു അല്ലതാനും. അവർ വഞ്ചനയുള്ള വില്ലുപയാലെ ആകുന്നു. അവരുടെ പ്രഭുക്കന്മാർ നാവിന്റെ ക്രയാധം നിമിത്തം വാളുകൊണ്ടു വീഴും. അതു മിസ്രയീം ദേശത്തു അവർക്കു പരിഹാസഹേതുവായിത്തീരും. ഹോശേയ 8. അവർ എന്റെ നിയമത്തെ ലംഘിച്ചു. എന്റെ ന്യായപ്രമാണത്തിനു വിരോധമായി അതിക്രമം ചെയ്തുകൊണ്ടു കാഹളം വായിൽ വയ്ക്കുക, കഴുകനെപ്പയാലെ യഹോവയുടെ ആലയത്തിന്മേൽ ചാടി വീഴുക. അവർ എന്നെയാടു, ദൈവമേ, ഇസ്രായേലാകുന്ന ഞങ്ങൾ നിന്നെ അറിയുന്നു എന്നു നിലവിളിക്കുന്നു. ഇസ്രായേൽ നന്മയായതിനെ ഉപേക്ഷിച്ചുകളഞ്ഞിരിക്കുന്നു. ശത്രു അവനെ പിന്തുടട്ടെ. അവർ രാജാക്കന്മാരെ വാഴിച്ചു. ഞാൻ മുഖാന്തരം അല്ലതാനും. ഞാൻ അറിയാതെ പ്രഭുക്കന്മാരെ അവർ നിയമിച്ചിരിക്കുന്നു. അവർ ഛേദിക്കപ്പെടേണ്ടതിനു വെള്ളികൊണ്ടും പൊന്നുകൊണ്ടും തങ്ങൾക്കു വിഗ്രഹങ്ങളെ ഉണ്ടാക്കി. ശമറിയയാ, നിന്റെ പശുക്കിടാവിനെ അവൻ വെറുക്കുന്നു. എന്റെ ക്യാപം അവരുടെ നേരെ ജ്വലിക്കുന്നു. അവർക്ക് കുറ്റമില്ലായ്മ എത്രത്തോളം അസാധ്യമായിരിക്കും. ഇതു ഇസ്രായേലിന്റെ പണി തന്നെ. ഒരു കൗശലപ്പണിക്കാരൻ അതിനെ ഉണ്ടാക്കി. അതു ദൈവമല്ല, ശമറിയുടെ പശുക്കിടാവു നുറുങ്ങിപ്പയാകും. അവർ കാറ്റു വിതച്ചു, ചുഴലിക്കാറ്റു കൊയ്യും. അതിനു തണ്ടില്ല. ഞാറുമാവിനെ നൽകുകയുമില്ല. നൽകിയാലും അന്യജാതികൾ അതിനെ വിഴുങ്ങിക്കളയും. ഇസ്രായേലിനെ വിഴുങ്ങിപ്പയായി. അവർ ഇപ്പയാൽ ജാതികളുടെ ഇടയിൽ ഇഷ്ടമില്ലാത്ത ഒരു പാത്രംപയാലെയിരിക്കുന്നു. അവർ തനിച്ചു നടക്കുന്ന കാട്ടുകഴുതപയാലെ അശ്ശൂരിലേക്ക് പെയായി. എഫ്രയീം ജാരന്മാരെ കൂലിക്കു വാങ്ങിയിരിക്കുന്നു. അവർ ജാതികളുടെ ഇടയിൽ നിന്നു ജാരന്മാരെ കൂലിക്കു വാങ്ങിയാലും ഞാൻ ഇപ്പയാൾ അവരെ കൂട്ടും. അവർ പ്രഭുക്കന്മാരുടെ രാജാവിന്റെ ചുമടിൻ കീഴിൽ വേഗത്തിൽ വേദനപ്പെടും. എഫ്രയീം പാപപരിഹാരത്തിനായി അനേകം യാഗപീഠങ്ങളെ ഉണ്ടാക്കിയതുകൊണ്ടു യാഗപീഠങ്ങൾ അവന്നു പാപഹേതുവായി തീർന്നിരിക്കുന്നു. ഞാൻ എന്റെ ന്യായപ്രമാണം അവന്നു 10,000 കൽപ്പനയായി എഴുതിക്കൊടുത്താലും അവ അപൂർവകാര്യമായി എണ്ണപ്പെടുന്നു. അവർ എന്റെ അർപ്പണയാഗങ്ങളെ അറുത്തു മാംസം തിന്നുന്നു. എന്നാൽ യഹോവ അവയിൽ പ്രസാദിക്കുന്നില്ല. ഇപ്പയാൾ അവൻ അവരുടെ അകൃത്യം ഓർത്തു അവരുടെ പാപം സന്ദർശിക്കും. അവർ മിസ്രയീമിലേക്ക് മടങ്ങിപ്പയാകേണ്ടിവരും. ഇസ്രായേൽ തന്നെ ഉണ്ടാക്കിയവനെ മറന്നു മന്ദിരങ്ങളെ പണിതിരിക്കുന്നു. യെഹൂദാ ഉറപ്പുള്ള പട്ടണങ്ങളെ വർദ്ധിപ്പിച്ചിരിക്കുന്നു. എന്നാൽ ഞാൻ അവന്റെ പട്ടണങ്ങളിൽ തീ അയക്കും. അതു അവയിലെ അരമനകളെ ദഹിപ്പിച്ചുകളയും. ഹോശേയ 9. ഇസ്രായേലേ, നീ നിന്റെ ദൈവത്തെ വിട്ടു പരസംഗം ചെയ്തു നടക്കുകയും ധാന്യക്കളങ്ങളിൽ ഒക്കെയും വേശ്യാസമ്മാനം ആഗ്രഹിക്കുകയും ചെയ്തിരിക്കയാൽ നീ ശേഷം ജാതികളെപ്പയാലെ ഖേഷത്തെയാടെ സന്ധ്യാശിക്കരുതു. കളവും ചക്കും അവരെ പേയാശിപ്പിക്കയില്ല. പുതുവിഞ്ഞു അതിൽ ഇല്ലാതെയാകും. അവർ യഹോവയുടെ ദേശത്തു പാർക്കുകയില്ല. എഫ്രയീം മിസ്രയീമിലേക്ക് മടങ്ങിപ്പയാകുകയും അശ്ശൂരിൽ വെച്ചു മലിനമായതു തിന്നുകയും ചെയ്യും. അവർ യഹോവയ്ക്കു വീഞ്ഞുപകർന്നു അർപ്പിക്കയില്ല. അവരുടെ ഹനനയാഗങ്ങൾ അവന്നു പ്രസാദമായിരിക്കുകയുമില്ല. അവരുടെ അപ്പം അവർക്കു വിലാപത്തിന്റെ അപ്പം പയാലെയിരിക്കും. അതു തിന്നുന്നവനൊക്കെയും അശുദ്ധനായിത്തീരും. അവരുടെ അപ്പം വിശപ്പടക്കുവാൻ മാത്രം അവർക്ക് ഉതകും. അതു യഹോവയുടെ ആലയത്തിലേക്ക് വരികയില്ല. സഭായാഗ ദിവസത്തിലും യഹോവയുടെ ഉത്സവ ദിവസത്തിലും നിങ്ങൾ എന്തു ചെയ്യും? അവർ നാശത്തിൽ നിന്നു ഒഴിഞ്ഞുപോയാൽ മിസ്രയീം അവരെ കൂട്ടിച്ചേർക്കും. മെയാഫ് അവരെ അടക്കം ചെയ്യും. അവരുടെ വെള്ളികൊണ്ടുള്ള മനയാഹാര സാധനങ്ങൾ തൂവയ്ക്കു അവകാശമാകും. മുള്ളുകൾ അവരുടെ കൂടാരങ്ങളിൽ ഉണ്ടാകും. സന്ദർശനകാലം വന്നിരിക്കുന്നു. പ്രതികാര ദിവസം അടുത്തിരിക്കുന്നു. നിന്റെ അകൃത്യബാഹുല്യവും മഹാദ്വേഷവും നിമിത്തം പ്രവാചകൻ ഭയാശനും
ആത്മപൂർണൻ ഭ്രാന്തനും എന്ന് ഇസ്രായേൽ അറിയും. എഫ്രയീം എന്റെ ദൈവത്തിന്റെ നേരെ പതിയിരിക്കുന്നു, പ്രവാചകനെയ അവന്റെ എല്ലാ വഴികളിലും വേട്ടക്കാരന്റെ കണിയും അവന്റെ ദൈവത്തിന്റെ ആലയത്തിൽ പകയം നേരിടും. ഗിബയുടെ കാലത്തു എന്നപയാലെ അവർ വഷളത്വത്തിൽ മുഴുകിയിരിക്കുന്നു, അവൻ അവരുടെ അകൃത്യം ഓർത്തു അവരുടെ പാപം സന്ദർശിക്കും. മരുഭൂമിയിൽ മുന്തിരിപ്പഴം പെയാലെ ഞാൻ ഇസ്രായേലിനെ കണ്ടെത്തി, അത്തിവൃക്ഷത്തിൽ ആദ്യം ഉണ്ടായ തലക്കനിപയാലെ ഞാൻ നിങ്ങളുടെ പിതാക്കന്മാരെ കണ്ടു. ബാൽപെയാരിൽ എത്തിയപ്പയാൾ അവർ തങ്ങളെത്തന്നെ ലജ്ജാബിംബത്തിനു ഏൽപ്പിച്ചു, അവരുടെ ഇഷ്ടദേവനെപ്പയാലെ മ്ലേച്ഛതയുള്ളവരായിത്തീർന്നു. എഫ്രൈമിന്റെ മഹത്വം പ്രസവമയാ ഗർഭമയാ ഗർഭയാൽപാദനമയാ ഒന്നും ഇല്ലാതാകുമണ്ണം ഒരു പക്ഷിയെപ്പയാലെ പറന്നുപയാകും. അവർ മക്കളെ വളർത്തിയാലും ഞാൻ അവരെ ഒരുത്തനും ശേഷിക്കാതവണ്ണം മക്കളില്ലാത്തവരാക്കും. ഞാൻ അവരെ വിട്ടുമാറിപ്പയാകുമ്പയാൾ അവർക്കു അയ്യാ കഷ്ടം. ഞാൻ എഫ്രയീമിനെ സെയാർ വരെ കണ്ടെടുത്തയാളം, അതു മനയാഹർ സ്ഥലത്തുള്ളയാറ് നടുതല ആകുന്നു. എങ്കിലും എഫ്രയീം തന്റെ മക്കളെ ഘാതകന്റെ അടുക്കൽ പുറത്തു കൊണ്ടു ചെല്ലേണ്ടിവരും. യഹയാവേ, അവർക്കു കൊടുക്കേണമേ, നീ എന്തു കൊടുക്കും? അലസിപ്പയാകുന്ന ഗർഭവും വരണ്ട മുലയും അവർക്കു കൊടുക്കേണമേ. അവരുടെ ദുഷ്ടതയൊക്കെയും ഗിൽഗാലിൽ സംഭവിച്ചു, അവിടെ വെച്ചു അവർ എനിക്ക് വെറുപ്പായി. അവരുടെ പ്രവൃത്തികളുടെ ദുഷ്ടതനിമിത്തം ഞാൻ ഇനി അവരെ സ്നേഹിക്കാതെ എന്റെ ആലയത്തിൽ നിന്നു അവരെ നീക്കിക്കളയും. അവരുടെ സകല പ്രഭുക്കന്മാരും മത്സരികളത്രേ. എഫ്രയീം ഇന്നു പുഴുക്കുത്തു പിടിച്ചു, അവരുടെ വേർ ഉണങ്ങിപ്പയായി, അവർ ഫലം കായ്ക്കയില്ല. അവർ പ്രസവിച്ചാലും ഞാൻ അവരുടെ ഇഷ്ടകരമായ ഗർഭഫലത്തെ കൊന്നുകളയും. അവർ എന്റെ ദൈവത്തെ അനുസരിക്കായ്കൊണ്ടു അവൻ അവരെ തള്ളിക്കളയും. അവർ ജാതികളുടെ ഇടയിൽ ഉഴന്നു നടക്കേണ്ടിവരും. ഹോശേയ 10. ഇസ്രായേൽ പടർന്നിരിക്കുന്ന ഒരു മുന്തിരിവള്ളി ആകുന്നു, അവൻ ഫലം കായ്ക്കുന്നു. തന്റെ ഫലത്തിന്റെ ബഹുത്വത്തിനു തക്കവണ്ണം അവൻ ബലിപീഠങ്ങളെ വർദ്ധിപ്പിച്ചു. തന്റെ ദേശത്തിന്റെ നന്മയ്ക്കു തക്കവണ്ണം അവൻ ഭംഗിയുള്ള വിഗ്രഹസ്തംഭങ്ങളെ ഉണ്ടാക്കി. അവരുടെ ഹൃദയം ഭിന്നിച്ചിരിക്കുന്നു, ഇപ്പയാൾ അവർ കുറ്റക്കാരായിത്തീരും. അവൻ അവരുടെ ബലിപീഠങ്ങളെ ഇടിച്ചുകളയുകയും അവരുടെ വിഗ്രഹസ്തംഭങ്ങളെ നശിപ്പിക്കുകയും ചെയ്യും. ഇപ്പയാൾ അവൻ, നമുക്കു രാജാവില്ല, നാം യഹയാവയെ ഭയപ്പെടുന്നില്ലല്ലോ, രാജാവ് നമുക്കുവേണ്ടി എന്തു ചെയ്യും എന്നു പറയും. അവർ വ്യർത്ഥവാക്കുകൾ സംസാരിച്ചു ഉടമ്പടി ചെയ്യുന്നതിൽ കള്ളസത്യം ചെയ്യുന്നു, അതുകൊണ്ടു ന്യായവിധി വയലിലെ ഉഴിച്ചാലുകളിൽ നഞ്ചുചെടിപയാലെ മുളച്ചുവരുന്നു. ശമറിയ നിവാസികൾ ബേത്ആവനിലെ കാളക്കുട്ടിയെക്കുറിച്ചു പേടിക്കുന്നു, അതിലെ ജനം അതിനെക്കുറിച്ചു ദുഃഖിക്കുന്നു. അതിന്റെ പൂജാരികൾ അതിനെക്കുറിച്ചും അതിന്റെ മഹത്വം അതിനെ വിട്ടുപോയതുകൊണ്ടു അതിനെക്കുറിച്ചും വിറയ്ക്കുന്നു. അതിനെയും യുദ്ധതൽപരനായ രാജാവിനു സമ്മാനമായി അശ്ശൂരിലേക്ക് കൊണ്ടുപോയാകും. എഫ്രയീം ലജ്ജ പ്രാപിക്കും, ഇസ്രായേൽ തന്റെ ആലയാചനയെക്കുറിച്ചു ലജ്ജിക്കും. ശമറിയ അതിന്റെ രാജാവ് വെള്ളത്തിലെ ചുള്ളിപയാലെ നശിച്ചുപയാകും. ഇസ്രായേലിന്റെ പാപമായിരിക്കുന്ന ആവനിലെ പൂജാഗിരികൾ നശിച്ചുപയാകും. മുള്ളും പറക്കാരയും അവരുടെ ബലിപീഠങ്ങളിന്മേൽ മുളയ്ക്കും. അവർ മലകളെയാടു, ഞങ്ങളുടെ മേൽ വീഴുവിൻ എന്നും പറയും. ഇസ്രായേലേ, ഗിബയുടെ കാലം മുതൽ നീ പാപം ചെയ്തിരിക്കുന്നു. അവർ അവിടെത്തന്നെ നിൽക്കുന്നു. ഗിബയിൽ നീതികെട്ടവരെയാടുള്ള പട അവരെ എത്തിപ്പിടിച്ചില്ല. ഞാൻ ആഗ്രഹിക്കുമ്പയാൾ അവരെ ശിക്ഷിക്കും. അവരെ അവരുടെ രണ്ടു അകൃത്യനിമിത്തം ശിക്ഷിക്കുമ്പയാൾ ജാതികൾ അവരുടെ നേരെ കൂടിവരും. എഫ്രയീം മരുക്കമുള്ളതും ധാന്യം മെതിപ്പാൻ ഇഷ്ടപ്പെടുന്നതുമായ പശുക്കിടാവു ആകുന്നു. ഞാൻ അതിന്റെ ഭംഗിയുള്ള കഴുത്തിൽ നുകം വയ്ക്കും. ഞാൻ എഫ്രയീമിനെ നുകത്തിൽ പിണയ്ക്കും. യഹൂദ ഉഴുകയും യാക്കയാബ് കട്ട ഉടയ്ക്കുകയും ചെയ്യേണ്ടിവരും. നീതിയിൽ വിതപ്പിൻ, ദയക്കൊത്തവണ്ണം കൊയ്യുവിൻ, നിങ്ങളുടെ തരിശുനിലം ഉഴുവിൻ. യഹയാവ വന്നു നിങ്ങളുടെ മേല നീതി വർഷിപ്പിക്കേണ്ടതിനു അവനെ അന്വേഷിപ്പാനുള്ള കാലം ആകുന്നുവല്ലോ. നിങ്ങൾ ദുഷ്ടത ഉഴുതു, നീതികേട് കൊയ്ത്തു, ഭയാഷ്കിന്റെ ഫലം തിന്നിരിക്കുന്നു. നീ നിന്റെ വഴിയിലും നിന്റെ വീരന്മാരുടെ സംഘത്തിലും ആശ്രയിച്ചിരിക്കുന്നു. അതുകൊണ്ട് നിന്റെ ജനത്തിന്റെ ഇടയിൽ ഒരു കലഹം ഉണ്ടാകും. യുദ്ധദിവസത്തിൽ ശൽമാൻ ബേത്തർ ബേലിനെ നശിപ്പിച്ചതുപയാലെ നിന്റെ എല്ലാ കേയാട്ടുകൾക്കും നാശം വരും. അവർ അമ്മയെ മക്കളെയാടുകൂടെ തകർത്തുകളഞ്ഞുവല്ലോ. അങ്ങനെ തന്നെ അവർ നിങ്ങളുടെ മഹാദുഷ്ടത നിമിത്തം ബേഥേലിൽ വെച്ച് നിങ്ങൾക്കും ചെയ്യും. പുലർച്ചയ്ക്ക് ഇസ്രായേൽ രാജാവു അശേഷം നശിച്ചുപയാകും. ഹോശേയ 11. ഇസ്രായേൽ ബാലനായിരുന്നപ്പയാൾ ഞാൻ അവനെ സ്നേഹിച്ചു. മിസ്രയീമിൽ നിന്നു ഞാൻ എന്റെ മകനെ വിളിച്ചു. അവരെ വിളിക്കുന്നയാറും അവർ വിട്ടകന്നുപയായി. ബാൽബിംബങ്ങൾക്കു അവർ ബലി കഴിച്ചു, വിഗ്രഹങ്ങൾക്കു ധൂപം കാട്ടി. ഞാൻ എഫ്രയീമിനെ നടപ്പാൻ ശീലിപ്പിച്ചു. ഞാൻ അവരെ എന്റെ ഭുജങ്ങളിൽ എടുത്തു, എങ്കിലും ഞാൻ അവരെ സൗഖ്യമാക്കി എന്നു അവർ അറിഞ്ഞില്ല. മനുഷ്യപാശങ്ങൾ കൊണ്ടു സ്നേഹബന്ധനങ്ങൾ കൊണ്ടു തന്നെ
ഞാൻ അവരെ വലിച്ചു, അവരുടെ താടിയെല്ലിന്മേലുള്ള നുകം നീക്കിക്കളയുന്നവനെപ്പയാലെ ഞാൻ അവർക്കു ആയിരുന്നു, ഞാൻ അവർക്കു തീൻ ഇട്ടുകൊടുത്തു. അവൻ മിസ്രയീം ദേശത്തേക്കു മടങ്ങിപ്പയാകയില്ല, എന്നാൽ മടങ്ങിവരുവാൻ അവർക്കു മനസ്സില്ലായ്കൊണ്ടു അശ്ശൂര്യൻ അവന്റെ രാജാവാകും. അവരുടെ ആലയാചന നിമിത്തം വാൾ അവന്റെ പട്ടണങ്ങളിന്മേൽ വീണു അവന്റെ ഓടാമ്പലുകളെ നശിപ്പിച്ചു ഒടുക്കിക്കളയും. എന്റെ ജനം എന്നെ വിട്ടു പിന്തിരുവാൻ ഒരുങ്ങിയിരിക്കുന്നു, അവരെ മേലയാട്ടു വിളിച്ചാലും ആരും നിവിർന്നു നിൽക്കുന്നില്ല. എഫ്രയീമേ, ഞാൻ നിന്നെ എങ്ങനെ വിട്ടുകൊടുക്കും? യിസ്രായേലേ, ഞാൻ നിന്നെ എങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കും? ഞാൻ നിന്നെ എങ്ങനെ അദ്മയെപ്പയാലെ ആക്കും? ഞാൻ നിന്നെ എങ്ങനെ സെബയായിമിനെപ്പയാലെ ആക്കിത്തീർക്കും? എന്റെ ഹൃദയം എന്റെ ഉള്ളിൽ മറിഞ്ഞുകൊള്ളുന്നു, എന്റെ അയ്യാഭാവം ഒക്കെയും ജ്വലിക്കുന്നു. എന്റെ ഉഗ്രകേപം ഞാൻ നടത്തുകയില്ല, ഞാൻ എഫ്രയീമിനെ വീണ്ടും നശിപ്പിക്കുകയുമില്ല, ഞാൻ മനുഷ്യനല്ല ദൈവം അത്രേ. നിന്റെ നടുവിൽ പരിശുദ്ധൻ തന്നെ, ഞാൻ ക്രയാതത്തെയാടെ വരികയുമില്ല. സിംഹം ബയാലെ ഗർജിക്കുന്ന യഹോവയുടെ പിന്നാലെ അവർ നടക്കും, അവൻ ഗർജിക്കുമ്പയാൾ പടിഞ്ഞാറുനിന്നു മക്കൾ വിരച്ചും കൊണ്ടുവരും. അവർ മിസ്രയീമിൽ നിന്നു ഒരു പക്ഷിയെപ്പയാലെയും അശ്ശൂർ ദേശത്തുനിന്നു ഒരു പ്രാവിനെപ്പയാലെയും വിരച്ചും കൊണ്ടുവരും, ഞാൻ അവരെ അവരുടെ വീടുകളിൽ പാർപ്പിക്കും എന്നു യഹോവയുടെ അരുളപ്പാടു. എഫ്രയീം കപടം കൊണ്ടും യിസ്രായേൽ ഗൃഹം വഞ്ചന കൊണ്ടും എന്നെ ചുറ്റിക്കൊള്ളുന്നു, യെഹൂദയും ദൈവത്തെയാടും വിശ്വസ്തനായ പരിശുദ്ധനെയാടും ഇന്നും അസ്ഥിരത കാണിക്കുന്നു. ഹോശേയ 12. എഫ്രയീം കാറ്റിൽ ഇഷ്ടപ്പെട്ടു കിഴക്കൻ കാറ്റിനെ പിന്തുടരുന്നു, അവൻ ഇടവിടാതെ ഭയാഷ്കും ശൂന്യവും വർദ്ധിപ്പിക്കുന്നു. അവർ അശ്ശൂര്യരെയാടു ഉടമ്പടി ചെയ്യുന്നു, മിസ്രയീമിലേക്കു എണ്ണ കൊടുത്തേക്കുന്നു. യഹോവയ്ക്കു യഹൂദയാടും ഒരു വ്യവഹാരം ഉണ്ടു, അവൻ യാക്കയാബിനെ അവന്റെ നടപ്പിനു തക്കവണ്ണം സന്ദർശിക്കും, അവന്റെ പ്രവൃത്തികൾക്കു തക്കവണ്ണം അവന്നു പകരം കൊടുക്കും. അവൻ ഗർഭത്തിൽ വെച്ച് തന്റെ സഹയാതരന്റെ കുതികാൽ പിടിച്ചു, തന്റെ പുരുഷപ്രായത്തിൽ ദൈവത്തെയാടു പൊരുതി. അവൻ ദൂതനെയാടു പൊരുതി ജയിച്ചു, അവൻ കരഞ്ഞു അവനെയാടു അപേക്ഷിച്ചു, അവൻ ബേഥേലിൽ വെച്ചു അവനെ കണ്ടെത്തി, അവിടെ വെച്ചു അവൻ നമ്മയാടു സംസാരിച്ചു. യഹോവ സൈന്യങ്ങളുടെ ദൈവമാകുന്നു, യഹോവ എന്നു ആകുന്നു അവന്റെ നാമം. അതുകൊണ്ട് നീ നിന്റെ ദൈവത്തിന്റെ അടുക്കലേക്ക് മടങ്ങി വരിക, ദയയും ന്യായവും പ്രമാണിച്ചു ഇടവിടാതെ നിന്റെ ദൈവത്തിനായി കാത്തുകൊണ്ടിരിക്ക. അവൻ ഒരു കനാന്യനാകുന്നു, കള്ളത്തുലാസു അവന്റെ കയ്യിൽ ഉണ്ടു, പീഡിപ്പിപ്പാൻ അവൻ ആഗ്രഹിക്കുന്നു. എന്നാൽ എഫ്രയീം, ഞാൻ സമ്പന്നനായി തീർന്നു, എനിക്ക് ധനം കിട്ടിയിരിക്കുന്നു, എന്റെ സകല പ്രയത്നങ്ങളിലും പാപമായ യാതൊരു അകൃത്യവും എന്നിൽ കണ്ടെത്തുകയില്ല എന്നിങ്ങനെ പറയുന്നു. ഞാനയ മിസ്രയീം ദേശം മുതൽ നിന്റെ ദൈവമായ യഹോവയാകുന്നു, ഞാൻ നിന്നെ ഉത്സവദിവസങ്ങളിൽ എന്നവയാലെ ഇനിയും കൂടാരങ്ങളിൽ വസിക്കുമാറാക്കും. ഞാൻ പ്രവാചകന്മാരെയാട് സംസാരിച്ചു ദർശനങ്ങളെ വർദ്ധിപ്പിച്ചു, പ്രവാചകന്മാർ മുഖാന്തരം സദൃശവാക്യങ്ങളെയും പ്രയാഗിച്ചിരിക്കുന്നു. ഗിലെയാദ്യർ നീതികെട്ടവർ എങ്കിൽ അവർ വ്യർത്ഥരായിത്തീരും, അവർ ഗിൽഗാലിൽ കാളകളെ ബലികഴിക്കുന്നു എങ്കിൽ അവരുടെ ബലിപീഠങ്ങൾ വയലിലെ ഉഴിച്ചാലുകളിൽ ഉള്ള കൽക്കൂമ്പാരങ്ങൾ ബയാലെ ആകും. യാക്കയാബ് അരാം ദേശത്തിലേക്കു ഓടിപ്പയായി, ഇസ്രായേൽ ഒരു ഭാര്യയ്ക്കു വേണ്ടി സേവ ചെയ്തു, ഒരു ഭാര്യയ്ക്കു വേണ്ടി ആടുകളെ പാലിച്ചു. യഹോവ ഒരു പ്രവാചകൻ മുഖാന്തരം ഇസ്രായേലിനെ മിസ്രയീമിൽ നിന്നു കൊണ്ടുവന്നു, ഒരു പ്രവാചകനാൽ അവൻ പാലിക്കപ്പെട്ടു. എഫ്രയീം അവനെ ഏറ്റവും കൈപ്പയാടെ കയാപിപ്പിച്ചു, ആകയാൽ അവന്റെ കർത്താവ് അവന്റെ രക്തത്തെ അവന്റെ മേൽ വെച്ചേക്കുകയും അവന്റെ നിന്ദയ്ക്കു തക്കവണ്ണം അവന്നു പകരം കൊടുക്കുകയും ചെയ്യും. ഹോശേയ 13. എഫ്രയീം സംസാരിച്ചപ്പയാൽ വിറയൽ ഉണ്ടായി, അവൻ ഇസ്രായേലിൽ മികച്ചവനായിരുന്നു, എന്നാൽ ബാൽ മുഖാന്തരം കുറ്റം ചെയ്തപ്പയാൽ അവൻ മരിച്ചുപയായി. ഇപ്പയാഴയാ അവർ അധികമധികം പാപം ചെയ്യുന്നു, അവർ വെള്ളികൊണ്ടു ബിംബങ്ങളെയും വ്യാധിച്ചതുപയാലെ വിഗ്രഹങ്ങളെയും ഉണ്ടാക്കി, ഇവയൊക്കെയും കൗശലപ്പണിക്കാരുടെ പണിയത്രേ, അവയാടു അവർ സംസാരിക്കുന്നു, ബലി കഴിക്കുന്ന മനുഷ്യർ കാളക്കിടാക്കളെ ചുംബിക്കുന്നു. അതുകൊണ്ടു അവർ പ്രഭാതമേഘം ബയാലെയും കാലത്തെ ഒഴിഞ്ഞുപയാകുന്ന മഞ്ഞുപയാലെയും കളത്തിൽ നിന്നു കൊടുങ്കാറ്റു പറപ്പിക്കുന്ന പതിർപയാലെയും പുകകൂഴിൽ നിന്നു പൊങ്ങുന്ന പുകബയാലെയും ഇരിക്കും. ഞാനയ മിസ്രയീം ദേശം മുതൽ നിന്റെ ദൈവമായ യഹോവ ആകുന്നു, എന്നെയല്ലാതെ വേറൊരു ദൈവത്തെയും നീ അറിയുന്നില്ല. ഞാനല്ലാതെ ഒരു രക്ഷിതാവ് ഇല്ലല്ലോ. ഞാൻ മരുഭൂമിയിൽ ഏറ്റവും വരണ്ട ദേശത്തു തന്നെ നിന്നെ മേയിച്ചു. അവർക്ക് മേച്ചൽ ഉള്ളതുപയാലെ അവർ മേഞ്ഞു തൃപ്തരായപ്പയാൽ അവരുടെ ഹൃദയം ഉയർന്നു, അതുകൊണ്ടു അവർ എന്നെ മറന്നുകളഞ്ഞു. ആകയാൽ ഞാൻ അവർക്ക് ഒരു സിംഹത്തെപ്പയാലെ ഇരിക്കും, വഴിയരികെ വള്ളിപ്പുലിയെപ്പയാലെ ഞാൻ അവർക്കായി പതിയിരിക്കും. കുട്ടികൾ പൊയ്പോയ കരടിയെപ്പയാലെ ഞാൻ അവരെ എതിരിട്ടു അവരുടെ ഹൃദയത്തിന്റെ നേവല കീറിക്കളയും, അവിടെ വെച്ചു ഞാൻ അവരെ ഒരു സിംഹം പയാലെ തിന്നുകളയും,
കാട്ടുമൃഗം അവരെ കടിച്ചുകീറും. യിസ്രായേലേ, നിന്റെ സഹായമായിരിക്കുന്ന എന്നെയാട് നീ മറുക്കുന്നതു നിന്റെ നാശം ആകുന്നു. നിന്റെ എല്ലാ പട്ടണങ്ങളിലും നിന്നെ രക്ഷിക്കാകുന്ന നിന്റെ രാജാവു ഇപ്പയാൾ എവിടെ? എനിക്ക് ഒരു രാജാവിനെയും പ്രഭുക്കന്മാരെയും തരേണം എന്നു നീ അപേക്ഷിച്ചിരിക്കുന്ന നിന്റെ ന്യായാധിപന്മാർ എവിടെ? എന്റെ കയാപത്തിൽ ഞാൻ നിനക്ക് ഒരു രാജാവിനെ തന്നു, എന്റെ ക്രയാതത്തിൽ ഞാൻ അവനെ നീക്കിക്കളഞ്ഞു. എഫ്രയീമിന്റെ അകൃത്യം സംഗ്രഹിച്ചും അവന്റെ പാപം സൂക്ഷിച്ചും വച്ചിരിക്കുന്നു. നെയാവു കിട്ടിയ സ്ത്രീയുടെ വേദന അവനു ഉണ്ടാകും. അവൻ ബുദ്ധിയില്ലാത്ത മകൻ, സമയമാകുമ്പയാൾ അവൻ ഗർഭദ്വാരത്തിങ്കൽ എത്തുന്നില്ല. ഞാൻ അവരെ പാതാളത്തിന്റെ അധീനത്തിൽ നിന്നു വീണ്ടെടുക്കും, മരണത്തിൽ നിന്നു ഞാൻ അവരെ വിടുവിക്കും. മരണമേ, നിന്റെ ബാധകൾ എവിടെ? പാതാളമേ, നിന്റെ സംഹാരം എവിടെ? എനിക്ക് സഹാപം തേന്നുകയില്ല. അവൻ തന്റെ സഹയാതരന്മാരുടെ ഇടയിൽ ഫലപുഷ്ടിയുള്ളവനായിരുന്നാലും ഒരു കിഴക്കൻ കാറ്റുവരും, അവന്റെ ഉറവു വറ്റിക്കിണർ ഉണങ്ങിപ്പയാകുവാൻ തക്കവണ്ണം യഹോവയുടെ കാറ്റു മരുഭൂമിയിൽ നിന്നു വരും. അവൻ സകലമനയാഹാര വസ്തുക്കളുടെയും നിക്ഷേപത്തെ കവർന്നുകൊണ്ടുപയാകും. ശമറിയ തന്റെ ദൈവത്തെയാട് മത്സരിച്ചതുകൊണ്ടു അവൾ തന്റെ അകൃത്യം വഹിക്കേണ്ടിവരും. അവർ വാൾ കൊണ്ടു വീഴും, അവരുടെ ശിശുക്കളെ അവർ തകർത്തുകളയും, അവരുടെ ഗർഭിണികളുടെ ഉദരം പിളർന്നുകളയും. ഹോശേയ 14. യിസ്രായേലേ, നിന്റെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് മടങ്ങിച്ചെല്ലുക. നിന്റെ അകൃത്യനിമിത്തം അല്ലോ നീ വീണിരിക്കുന്നതു. നിങ്ങൾ അനുതാപവാക്യങ്ങളെയാടുകൂടെ യഹോവയുടെ അടുക്കൽ മടങ്ങിച്ചെന്നു അവനെയാട് സകല അകൃത്യത്തെയും ക്ഷമിച്ചു. ഞങ്ങളെ കൃപയാടെ കൈക്കൊള്ളേണമേ, എന്നാൽ ഞങ്ങൾ ഞങ്ങളുടെ അധരാർപ്പണമായ കാളകളെ അർപ്പിക്കും. അശ്ശൂർ ഞങ്ങളെ രക്ഷിക്കയില്ല. ഞങ്ങൾ കുതിരപ്പുറത്തു കയറി ഓടുകയാ, ഇനി ഞങ്ങളുടെ കൈ വേലയാടു, ഞങ്ങളുടെ ദൈവമേ എന്നു പറകയാ ചെയ്യുകയില്ല. അനാഥനു തിരുസന്നിധിയിൽ കരുണ ലഭിക്കുന്നുവല്ലോ എന്നു പറവിൻ. ഞാൻ അവരുടെ പിന്മാറ്റത്തെ ചികിത്സിച്ചു സൗഖ്യമാക്കും. എന്റെ കയാപം അവനെ വിട്ടുമാറിയിരിക്കയാൽ ഞാൻ അവരെ ഔദാര്യമായി സ്നേഹിക്കും. ഞാൻ യിസ്രായേലിന്നും മഞ്ഞുപയാലെയിരിക്കും. അവൻ താമരപയാലെ പൂത്ത് ലെബാനയാൻ വനം പയാലെ വേരൂന്നും. അവന്റെ കൊമ്പുകൾ പടരും. അവന്റെ ഭംഗി ഒലിവൃക്ഷത്തിൻ ഭംഗിപയാലെയും അവന്റെ വാസന ലെബാനയാന്റേതുപയാലെയും ഇരിക്കും. അവന്റെ നിഴലിൽ പാർക്കുന്നവർ വീണ്ടും ധാന്യം വിളയ്ക്കുകയും മുന്തിരിവള്ളിപയാലെ തളിർക്കുകയും ചെയ്യും. അതിന്റെ കീർത്തി ലെബാനയാനിലെ വീഞ്ഞിന്റേതുപയാലെ ഇരിക്കും. എഫ്രയീമേ, ഇനി എനിക്കും വിഗ്രഹങ്ങൾക്കും തമ്മിൽ എന്തോ? ഞാൻ അവന്നു ഉത്തരം അരുളി അവനെ കടാക്ഷിക്കും. ഞാൻ തഴച്ചിരിക്കുന്ന സരള വൃക്ഷം പയാലെ ആകുന്നു. എങ്കൽ നിനക്കു ഫലം കണ്ടുകിട്ടും. ഇതു ഗ്രഹിപ്പാൻ തക്ക ജ്ഞാനി ആർ? ഇതു അറിവാൻ തക്ക വിവേകി ആർ? യഹോവയുടെ വഴികൾ ചൊവ്വുള്ളവയല്ലോ, നീതിമാന്മാർ അവയിൽ നടക്കും, അതിക്രമക്കാരെ അവയിൽ ഇടറിവീഴും.